Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോവാം. നമ്മുടെ ഒരു പഴയ ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് താൽക്കാലികമായിട്ട് നമ്മൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം വീഡിയോ കണ്ട ആളുകളൊക്കെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് തൊട്ടിട്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോസിൽ എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള ആ ഒരു ഇത് ഒഴിവാക്കിയിരുന്നു. അത് നമുക്ക് യൂട്യൂബിൽ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുക കാരണം കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറുകളൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, പെട്ടെന്ന് അങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. അതങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോസിന് ഒരുപാട് റീച്ച് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് അവർ നോട്ടീസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ അവർ റിമൂവ് ചെയ്തു, ഒരുപാട് വീഡിയോസൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു പുതിയൊരു ചാനൽ തുടങ്ങാം, നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. കാരണം നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കളയണ്ട എന്നുള്ള വിചാരത്തിലാണ്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, 4000 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മൾ വീണ്ടും ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ പറയുന്ന വീഡിയോസ്, പറയുന്ന സ്റ്റോക്കുകളൊക്കെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകൾ നിങ്ങൾ കണ്ടിട്ട് മാത്രം എൻട്രികളൊക്കെ കൺസിഡർ ചെയ്യുക. ഞാൻ സ്റ്റോക്കുകൾ ഷെയർ ചെയ്ത് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രി ലെവലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചാർട്ടിൽ. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള റിസ്കിൽ മാത്രം എൻട്രികളൊക്കെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോട്ട് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോകാം. നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്നൊരു 97 പോയിന്റിൻ്റെ ഒരു മൈനസ് ആയിട്ടൊരു ക്ലോസിംഗ് ആയിരുന്നു തന്നത്, 0.4%. കാലത്ത് നല്ലൊരു ബൗൺസ് തന്നെങ്കിലും ക്ലോസിംഗ് നോക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ ഇന്ന് കിട്ടിയത്. നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ചാർട്ടിലോട്ട് പോയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ചാർട്ടിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ട്രെൻഡ് ലൈനും അതുപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഞാൻ ഇതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്ക് കുറച്ച് ഈസി ആയിരിക്കും. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ എവിടെ നിന്നാണ് റെസിസ്റ്റൻസ്, എവിടെ നിന്നാണ് സപ്പോർട്ട് എന്നൊക്കെ അറിയാനൊക്കെ നല്ല ഒരു വീഡിയോ ആവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു 50 EMA ആണ് ഞാൻ ഇതിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്, മേലെയും താഴത്തോട്ട്. ഏകദേശം ആ റേഞ്ചിലാണ് ആ 50 EMA നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് നമുക്കൊന്ന് മാറണം എന്നുണ്ടെങ്കിൽ ഈ റേഞ്ച് സപ്പോർട്ട് എടുത്തിട്ട് നമ്മുടെ നിഫ്റ്റി ആണെങ്കിലും ഒന്ന് മേലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 50 EMA മേലെ ക്ലോസ് ചെയ്ത് പിന്നെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നിഫ്റ്റിയിൽ പുതുതായിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമുക്കൊരു സൈഡ് വേസ്റ്റ് ഇങ്ങനെ പോകാനാണ് സാധ്യത. അതല്ല ഈ താഴത്തോട്ട് 24,500 ബ്രേക്ക് താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ബെയറിഷിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ്. ചാർട്ട് കണ്ടിട്ട് ഒരു ബെയറിഷ് സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റിയിൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു രീതിയിലാണ് നിഫ്റ്റി പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 50 EMA മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരേക്കും നമ്മൾ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ടൊന്ന് പോയി നോക്കാം. കാരണം നമ്മൾ കൂടുതലായിട്ട് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണെങ്കിലാണ് എൻട്രികളൊക്കെ കൂടുതൽ എടുക്കാറ്. നമ്മൾ പറയുന്ന സ്റ്റോക്കുകളാണെങ്കിൽ സ്മോൾ ക്യാപ്പാണ്. സ്മോൾ ക്യാപ്പിൽ റിസ്ക് കൂടുതലാണ്, പക്ഷെ നമുക്ക് റിട്ടേണും പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റൊക്കെ കിട്ടാനും സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ എൻട്രികൾ നോക്കുന്നത്. നമ്മൾ സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ പക്ക ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു റേഞ്ച് ആണ്. ഇവിടുന്ന് ഒരു മേലോട്ട് പോയി അതിനുശേഷം താഴത്തോട്ട് വന്നു, അതിനുശേഷം വീണ്ടും മേലോട്ട് പോയി വീണ്ടും ആ ഒരു റേഞ്ച് താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവസാനത്തെ സ്വിങ് ലോ ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒരു ബെയറിഷ് സെറ്റപ്പാണ്. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ട് വീണ്ടും മേലോട്ട് പോകണം സ്മോൾ ക്യാപ്പിൽ. എന്നാലാണ് നമുക്ക് സ്മോൾ ക്യാപ്പിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതേ റേഞ്ചിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു 50 EMA മുകളിലോട്ട് പോകാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ ചിലപ്പോൾ വീണ്ടും ഒരു മൂവ്മെൻറ്റ് കിട്ടാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഈ ഒരു സിംഗിളോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് സ്മോൾ ക്യാപ്പിൻ്റെയും പോക്ക്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്, ഒരു ഡോജി ക്യാൻഡിലാണ്. വലുതായിട്ടൊരു പോസിറ്റീവ് അല്ല, വളരെ ഒരു +6 പോയിന്റിൻ്റെ ഒരു പോസിറ്റിവിറ്റി മാത്രമാണ്
നമുക്ക് സ്മോൾ ക്യാപ്പിലും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തേക്ക് ഒരു 2 സ്റ്റോക്കുകൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യേണ്ട 2 സ്റ്റോക്കുകളാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമാണ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള റിസ്കുകൾ മാത്രം മനസ്സിൽ കണ്ടിട്ട് മാത്രം എൻട്രികളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു സ്റ്റോക്ക് അക്യൂട്ടാസ് കെമിക്കൽ ലിമിറ്റഡ് എന്നുള്ള ഒരു സ്റ്റോക്കാണ്. ഇതൊരു സ്റ്റോക്ക് 1.68% ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ 1304 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ചാർട്ടിലോട്ട് പോവാം. ഇതിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചാണ് ഫെബ്രുവരി 2025 ഈ റേഞ്ചിലോട്ട് വന്നു. പിന്നെ ഈ ഒരു സ്റ്റോക്ക് വന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് നല്ല റിസൾട്ട് ആയിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് മേലോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും ഈ ഒരു റെസിസ്റ്റൻസ് നിന്ന് വീണ്ടും സ്റ്റോക്ക് പതുക്കെ താഴത്തോട്ട് വന്ന് വീണ്ടും ആ ഒരു റേഞ്ചിൽ നിന്ന് വീണ്ടും മേലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. കാരണം ഈ റേഞ്ചിലോട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെ നിന്ന് താഴത്തോട്ട് വന്നൊരു പുൾ ബാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 1378 എബോവ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി ഒക്കെ ഒരു ഷോർട്ട് ടൈമിലേക്കൊക്കെ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. നമുക്കൊരു ടാർഗറ്റ് ഒക്കെ ആയിട്ട് ഒരു 1510 അതുപോലെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1264 നോക്കിയിട്ട് ഒരു ഷോർട്ട് ടൈമിലേക്കൊക്കെ നമുക്ക് എൻട്രി നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ഇത്. ഞാൻ പണ്ടും പറഞ്ഞൊരു സ്റ്റോക്കാണെന്ന് തോന്നുന്നു. പഴയ ചാനലിൽ നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടാം. അതുപോലെ എൻട്രികൾ നിങ്ങളുടെ റിസ്ക് അനുസരിച്ചിട്ട് മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഒരു സെബി അനലിസ്റ്റ് ഒന്നുമല്ല. അതുപോലെ രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് നസാറ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്, നസാറ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോയാൽ നമുക്കിത് കണ്ടറിയാം. സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷാണ്. 50 EMA മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. കണ്ടില്ലേ, താഴത്തോട്ട് വന്നു, പിന്നെ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും താഴത്തോട്ട് വന്നു, ഈ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഒരു ഹയർ ഹൈ ഫോർമേഷനിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു താഴത്തോട്ട് വന്നെങ്കിലും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് മേലോട്ട് പോയി നല്ല റിസൾട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഒരു 1436 എബോവ് ഒക്കെ ടാർഗറ്റായിട്ട് 1531 സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1387 സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് നോക്കാവുന്നതാണ്. ഞാനിതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ കാരണം നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു പ്ലോട്ട്, ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ. ഏകദേശം ഈ ഒരു ട്രെൻഡ് ലൈന് ഇപ്പോഴും സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ്, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 1384 1387 സ്റ്റോപ്പ് ലോസും ടാർഗറ്റായിട്ട് 1534 വെച്ചിട്ട് നോക്കാവുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിടാം. നിങ്ങളായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. അതിനുശേഷം മാത്രം എൻട്രികളൊക്കെ നോക്കുക. അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.